ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന രാജ്യത്തെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കാണാൻ ശ്രമിച്ച അമിത്ഷയോട് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് വലിയ വെറുപ്പും. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ വിഭിന്നമായി കിടന്നിരുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തെ ഒന്നിപ്പിച്ചതിൽ അമിത്ഷയോട് നന്ദിയുമുണ്ട് ഞങ്ങൾക്ക് പറയാൻ. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ വിവിധ മുസ്ലിം സംഘടനകൾ നടത്തിയ മഹാറാലിയും മഹാസമ്മേളനവും വിളിച്ചോതുന്നത് മുസ്ലിങ്ങളുടെ ഐക്യത്തെയാണ്. നല്ലവരായിട്ടുള്ള മതേതരത്വ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ സമൂഹവും ഇതിനോട് കട്ടക്ക് കൂടെ നിൽക്കുമ്പോൾ പിന്നെ ഒരു ഭയവുമില്ല എന്നുള്ളത് തന്നെയാണ് മഹാസമ്മേളനം ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. മുസ്ലിം സമുദായത്തിനിടയിൽ വിവിധ സംഘടനകളുണ്ട്. ആ സംഘടനകൾ എന്ന് പറയുമ്പോൾ ആശയപരമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളവരാണ് പലരും. ഇതിൽ മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും EK സുന്നി ആയാലും AP സുന്നി ആയാലും കണ്ടാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരുമല്ല, എന്നാൽ ചിലയിടങ്ങളിൽ പരസ്പരം അടികൂടുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പല രീതിയിൽ പലതവണ പല രൂപത്തിലെത്തിയിരുന്നു. എന്നാൽ അതിനോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് ആശയപരമായിട്ടുള്ള വ്യത്യാസം അവിടെ വെച്ചുകൊണ്ട് മനുഷ്യനെ പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ട് ആടുകൾ തമ്മിൽ പരസ്പരം അടികൂടിക്കഴിഞ്ഞാൽ ഇടയിൽ നിൽക്കുന്ന ചെന്നായ ചോര കുടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ശക്തമായ രീതിയിൽ അമിത്ഷയിൽ നിന്ന് തന്നെ ലഭിച്ചതോടുകൂടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഹൈദരലി ശിഹാബ് തങ്ങളും ഒരേ വേദിയിൽ അണിനിരന്നപ്പോൾ കട്ടക്ക് കൂടെ നിന്ന് മുജാഹിദിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പണ്ഡിതന്മാരും വന്നപ്പോൾ മതേതരത്വ ഹൈന്ദവ വിശ്വാസികളും തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കാണാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് വരെ അവരുടെ മുൻ പേജിൽ കൊച്ചിയിൽ നടന്ന മഹാറാലിയുടെ ചിത്രം നൽകാതിരിക്കാൻ സാധിച്ചില്ല. കാരണം അത്രത്തോളം ആർജവമുള്ള, അത്രത്തോളം ശക്തി തെളിയിച്ച ഒരു പരിപാടിയായിരുന്നു കൊച്ചിയിൽ വിവിധ മുസ്ലിം സംഘടനകൾ നടത്തിയ മഹാറാലിയും മഹാസമ്മേളനവും. ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി മുജാഹിദ് എന്നോ ജമാഅത്ത് ഇസ്ലാമി എന്നോ AP സുന്നി എന്നോ തബ്ലീഗ് എന്നോ EK സുന്നി എന്നോ പറയുന്ന ഒരു വിഭാഗീയത ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമാണെന്ന് മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരടങ്ങുന്ന പ്രമുഖർ ഒരേ വേദിയിൽ ഒരേ സ്വരത്തിൽ ഒരേ രീതിയിൽ ശക്തി തെളിയിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചും രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ ഭാഷയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടി ശബ്ദിച്ചത്. ആ ഒരു കാര്യത്തിൽ അമിത്ഷയോട് നന്ദിയുണ്ട്. മറ്റൊരു കാര്യം, ഈ ഐക്യം കണ്ടപ്പോൾ സംഘപരിവാറിൻ്റെ കിളി പോയിരിക്കുകയാണ്. കേരളത്തിലെ BJP നേതാക്കളുടെ കിളി പോയിരിക്കുകയാണ്. പരസ്പരം മുസ്ലിം സമുദായത്തിന് ഇടയിലുള്ള വിഭാഗീയതയെ മുതലെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സംഘപരിവാറിന് ഇനി കാര്യങ്ങളൊന്നും അത്രത്തോളം എളുപ്പമല്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.